എത്ര വർഷം പ്രണയിച്ചു? വർഷമൊന്നും ചോദിക്കരുത്. ഞാൻ കറക്റ്റ് പറയാം ഭാഗ്യജി. ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ 4 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ കൂടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അല്ല പെയ്തൊഴിയാതെ 4 ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ പരിചയപ്പെട്ടു, പരസ്പരം ഇഷ്ടമായി. അപ്പോൾ ഞാൻ കണ്ട ഉടനെ ഇഷ്ടം തോന്നാനുള്ള കാര്യം തോന്നി. ഇപ്പം എന്താ കാരണമെന്നും പറയാൻ പറ്റില്ലല്ലോ. ആ ലുക്കൊക്കെ കണ്ടപ്പോൾ അന്ന് തോന്നി. ഇതിനേക്കാൾ സുന്ദരമാരെ കണ്ടിട്ടില്ലായിരുന്നു? ഇല്ല ഇല്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ തോന്നി കുഴപ്പമില്ല, പ്രേമിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ 1.5 വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചമ്മനില്ല, എനിക്ക് 28-29 വയസ്സായി. അപ്പം ആര് പറഞ്ഞു? ബോവൻ? ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. ബോവനാണോ പ്രപ്പോസ് ചെയ്തത് ആദ്യം? ഏകദേശം കല്യാണം കഴിക്കാന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിക്കണ്ട, കുറച്ചുകൂടി കഴിയിട്ട് ഞാൻ പറഞ്ഞു താല്പര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണ്. എനിക്ക് പ്രേമിച്ച് നടക്കാനുള്ള സമയം, അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ ആദ്യം പറയാം. രശ്മിക്ക് 20-21 വയസ്സായുള്ളൂ. പക്ഷെ നേരെ കല്യാണത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു 5 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിക്കാമോ? പറഞ്ഞില്ല, വീട്ടിൽ ഇപ്പോഴേ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അന്ന് എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഫാദർ മരിച്ചുപോയി, അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. സിസ്റ്ററിനായിരുന്നു കല്യാണം കഴിച്ചുപോയി. അപ്പോൾ അമ്മയും ഞാനും. അപ്പോൾ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഞാൻ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഒരിക്കലും എനിക്ക് ഫീൽഡിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ കിട്ടിയ അത്രയും നല്ല നമ്മളൊരേ രംഗത്ത് മുന്നോട്ട് പോകുന്ന അത് ബോബന്റെ ചിന്ത. പക്ഷെ അമ്മയ്ക്ക് അത് താല്പര്യപ്പെടും തോന്നിയിരുന്നു? അമ്മയ്ക്ക് ജാതി മതം അങ്ങനെയുള്ള ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം. അമ്മയ്ക്ക് നല്ലൊരു മരുമോളെ കിട്ടിയാൽ മതി എന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് 5 കൊല്ലം എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പം 5 കൊല്ലം പറ്റില്ല, മൂക്കിൽ പല്ല് കളിക്കും പഠിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു 3 കൊല്ലം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, അതും പറ്റില്ല എന്ന്. 2 നമ്മളാ കിലുക്കത്തിൽ പറഞ്ഞു ഒരു 500 എന്ന് പറഞ്ഞ പോലെ. അവസാനം പറഞ്ഞു എന്നാൽ ശരി, അടുത്ത ആഴ്ച വീട്ടിൽ പറയാം. അങ്ങനെ വീട്ടിൽ അവതരിപ്പിച്ചു. പെട്ടെന്നായിരുന്നു. അത് അച്ഛനും അമ്മയ്ക്ക് 1 മാസം കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം 1.5 മാസമേ അങ്ങനെ പ്രേമിച്ച് നടന്നു, ഫോണിൽ ലാത്തി അടിച്ചൊക്കെ നടന്നുള്ളൂ. പക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ പ്രിപ്പയർഡ് അല്ല, ഞങ്ങൾ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് കല്യാണം നടത്തിത്തരാം, അതുവരെ പരസ്പരം കാണരുതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് കൂടെ ലാത്തി അടിച്ചാൽ കാണുന്നുണ്ട്, എന്താ വേണ്ടെന്ന് പറഞ്ഞു. അത് അവരുടെ ഒരു ഇത് വേണ്ട. അപ്പം നമുക്കും ഞങ്ങളുടെ ചില കാര്യങ്ങൾ പിടിവാശി നടക്കട്ടെ. അപ്പൊ അതിനൊരു ത്രില്ല് ഞങ്ങൾക്കും തോന്നി. ഞങ്ങൾ 2000 വീട്ടിൽ പറഞ്ഞു മൊബൈലില്ല, മൊബൈലൊക്കെ ഇറങ്ങി അവിടെ SMS ഫ്രീ ആയിരുന്നു. SMS ഫ്രീ ആയിട്ട് തുടങ്ങി. SMS ആദ്യമായിട്ട് വരുന്ന ടൈം, ആ ടൈമിൽ ആദ്യം ഒരു ഓഫർ SMS ഫ്രീ, അവിടെ സുഖമായിരുന്നു, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്കും തോന്നിയൊരു ത്രില്ലാണ്. ശരി, 5-6 മാസം പരസ്പരം കാണാതിരിക്കുക, എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് കാണാം. അങ്ങനെ 2001 ജനുവരി 5-6 മാസമൊന്നും ഇല്ലായിരുന്നു. അതെ സെപ്റ്റംബറിൽ അല്ല, വീട്ടിലുള്ള ഒരു 5-6 മാസം പറഞ്ഞെങ്കിലും ഇടയ്ക്ക് 2-3 പ്രാവശ്യം നമ്മള് അവരെ വെട്ടിച്ച് കണ്ടു. എന്നിട്ട് അങ്ങനെ നമ്മൾ ആൽബത്തിന്റെ ഷൂട്ട് അല്ലാതെ ഒരു മാസം കാണാതിരുന്നു. ഡിസംബർ 1 മാസം നമ്മൾ കാണാതിരുന്നു. ജനുവരിയിൽ ഡിസംബറും ജനുവരി 29-നായിരുന്നു കല്യാണം. ഡിസംബറും ജാനുവരിയും നമ്മൾ തമ്മിൽ കാണാതിരുന്നു. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഷൂട്ടുണ്ടല്ലോ, ഷൂട്ട് സമയത്തൊക്കെ രശ്മി ലൊക്കേഷനിൽ അന്ന് ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സീരിയല് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് രശ്മി അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ. ആൽബത്തിൽ രശ്മി അഭിനയിച്ചു. അപ്പം അതൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഇതൊക്കെ ചെയ്യുന്നതിനാന്ന് വെച്ചാൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കല്ലേ, നമ്മൾ പേഴ്സണലി കാണും. ആ പേരും പറഞ്ഞു. ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഒക്കെ ഇതിന് നല്ലോണം ഇഷ്ടം പോലെ കടുത്തതും ചെറുതുമായ പാറകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് എന്താണ് അത് അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ആർട്ടിസ്റ്റ് പുതുതായിട്ട് അഭിനയിക്കാൻ വരുമ്പം കുറേ ഗോഡ് ഫാദേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ അങ്ങ് നമ്മുടെ ആളാണ്. അപ്പോൾ നമ്മുടെ മോളെ ഇങ്ങനെയൊക്കെ അഭിനയിക്കണം. ഒരു രശ്മിയുടെ കൂടെ അഭിനയിച്ച തന്നെ ഒരു ആർട്ടിസ്റ്റ് ഞാനുമായിട്ട് ഇങ്ങനെ കല്യാണം ഞങ്ങൾ ഫിക്സ് ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ടാണല്ലോ കല്യാണം നടത്തിയത്. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടി പോയപ്പോൾ പറഞ്ഞു, അയ്യോ അമ്മയോട് പറയാം, അമ്മയ്ക്ക് ഒന്നാമത് പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു അയ്യോ തങ്കപ്പെട്ടൊരു കുഞ്ഞല്ലേ, ഇങ്ങനെയുള്ള ഒരാളെയാണോ കല്യാണം കഴിപ്പിക്കുന്നത്, എന്തായാലും കഷ്ടമായി പോട്ടെ. അമ്മ ഒന്ന് കരച്ചിലങ്ങ് തുടങ്ങി. അമ്മ ചോദിച്ചോ ഇത് പോക്കേസാ, അങ്ങനെയൊക്കെ സങ്കടം വന്നു, ഒക്കെ പോയി. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു.
ഒരു വർഷം എങ്ങാണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും നിൽക്കുമ്പോൾ അതേ ആർട്ടിസ്റ്റ് വന്നിട്ട് ഷോ എന്തോ ചേർച്ചയാന്ന് പറയുക, രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ചറാണ്. ഞാൻ പറഞ്ഞതേ ഇതേ ആൾ കേട്ടോ, മുന്നേ ഇതേ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പാരകൾ. പിന്നെ ചേട്ടൻ്റെ വർക്ക് ചെയ്യുന്ന 1-2 ആൾക്കാർ വിളിച്ചിട്ട് അയ്യോ ആൾ ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പത്തിനപ്പം വിളിച്ചിട്ടുണ്ട്, ഇന്ന ആളാണ്. അപ്പം എന്നോട് പറഞ്ഞാൽ അത് പുള്ളീനെ വർക്ക് പ്രശ്നമായതുകൊണ്ട് പുള്ളിയെ മാറ്റിയായിരുന്നു, അപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷനാണ്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാരകളൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ.